ഒരു ക്രൈം നടന്ന സ്ഥലത്ത് ആദ്യമെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം സാധാരണഗതിയിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന മറ്റൊരാൾ കൂടി ഉണ്ടാവും. ഒരു പോലീസ് നായ. പോലീസ് നായ ആ പ്രദേശത്താകെ മണം പിടിച്ച് നടന്ന് ഏതോ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കെന്ന പോലെ ഓടുന്നു. അതിന് പിന്നാലെ പോലീസുകാർ പോകുന്നു. പലപ്പോഴും ആ പോലീസ് നായയുടെ ആ യാത്രയെ പിൻപറ്റിയാണ് ഒരു കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. നമുക്ക് വളരെ കൗതുകമുള്ള ഒരു ജീവിയാണ് ഈ പോലീസ് നായ. പോലീസ് നായയെ ദീർഘകാലം പരിശീലിപ്പിച്ച, പോലീസ് നായയുടെ പരിശീലകരെ പരിശീലിപ്പിക്കുന്ന, അവരോടൊപ്പം സഞ്ചരിക്കുന്ന പോലീസുകാരെയും പോലീസ് നായയും ഒന്നിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ഡോഗ് ട്രെയിനറാണ് ഇന്ന് നമ്മുടെ അതിഥി, മിസ്റ്റർ പി രമേശ്. സ്വാഗതം. താങ്ക് യു സർ. എല്ലാവർക്കും വലിയ കൗതുകമുള്ള ഒരു വിഷയമാണ് ഈ പോലീസ് നായ എങ്ങനെയാണ് മണം പിടിച്ച് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മോഷണമാവട്ടെ കൊലപാതകമാവട്ടെ അതിൻ്റെ പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുക എന്നുള്ളത്. ശരിക്കും അത് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ നായ്ക്കളുമായിട്ടും ജീവികളുമൊക്കെ ആയിട്ട് ബാല്യം മുതലേ ഇഷ്ടമായിരുന്നോ? അതെ, നായ്ക്കൾ വീട്ടിൽ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് ഒരു മാനിനെ വീട്ടിൽ വളർത്തിയിരുന്നു. പണ്ടത്തെ കാലത്ത് അത് പിന്നെ വണ്ടി ഇടിച്ച് മരിച്ചു പോവുക ചെയ്തത്, കാരണം ഓടിയിട്ട്. നായ്ക്കൾ പണ്ടും ഉണ്ടായിരുന്നു, പൂച്ചകളുണ്ട്, ഇപ്പോഴും ഉണ്ട് പൂച്ച. വീട്ടിൽ നായ ഉണ്ടായിരുന്നു. 16 വയസ്സ് വരെ അവൾ ജീവിച്ചു. ലാബ്രഡോർ ആയിരുന്നു. അപ്പം അങ്ങനെ നായകളായിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ പഠിച്ചത് മൃഗസംരക്ഷണ വിഷയമാണ്. VHSCയിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയത്തിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ എങ്ങനെയാണ് ഈ പോലീസിലേക്ക് ഒരു ജോലി കിട്ടുന്നത്? പോലീസിൽ 93 PSC പരീക്ഷ എഴുതി. ആദ്യം വന്ന പരീക്ഷ അതായിരുന്നു. അങ്ങനെ PSC പരീക്ഷ എഴുതി, അങ്ങനെ പോലീസിൽ കിട്ടി. 10 വർഷം പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൃഗസംരക്ഷണ വകുപ്പിൽ പഠിച്ച വിഷയത്തിൻ്റെ PSC പരീക്ഷയ്ക്ക് വിളിക്കുന്നത്. അത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ തസ്തികയായിരുന്നു. അപ്പോൾ അതിന് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു. അതിൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ 13ാമത്തെ റാങ്കിൽ വന്നു, ലിസ്റ്റിൽ വന്നു. അങ്ങനെ ഞാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് 2 കൊല്ലം ജോലി ചെയ്തു. ആലുവ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററിൽ 6 മാസത്തെ. അപ്പോൾ ആ സമയത്ത് പോലീസിൽ നിന്ന് റിസൈൻ ചെയ്തോ? അല്ല, പോലീസിൽ നിന്ന് റിലീവ് ചെയ്തു പോയി. ഓ ശരി. അപ്പോൾ 2 വർഷം ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്തു ട്രെയിനിങ്ങിന് ശേഷം. അപ്പോൾ അതിനുശേഷം 2005 ആയപ്പോഴേക്കും എനിക്ക് ഈ മൃഗസംരക്ഷണ വകുപ്പിൽ ഒരു ജോലിയും ഇല്ല. കാരണം മൃഗങ്ങളുടെ എണ്ണം ആ സമയത്തൊക്കെ വളരെ കുറവായിരുന്നു. കോവിഡിന് ശേഷമാണല്ലോ ഈ പെറ്റ് അനിമൽസിൻ്റെ ഒക്കെ വർധനവുണ്ടായത്. അപ്പോൾ ആ സമയത്ത് യാതൊരു ജോലിയില്ല എന്നുണ്ടപ്പോൾ മടുത്തപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും പോലീസിലേക്ക് ചെല്ലാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. അങ്ങനെ പോലീസിൽ വന്നിരിക്കുമ്പോൾ ഞാൻ പ്രൊമോഷനായിട്ട് മലപ്പുറത്ത് പോയി, ASI ആയിട്ട്. മലപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അക്കാഡമിയിൽ 2007 കോടിയേരി ബാലകൃഷ്ണൻ സാറ് ഈ ഡോഗ് ട്രെയിനിങ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ. അപ്പോൾ ഞാൻ മലപ്പുറത്ത് ഇരുന്നിട്ട് അപേക്ഷ കൊടുത്തു. ഞാനിങ്ങനെ മൃഗസംരക്ഷണ വിഷയം പഠിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡോഗ് ട്രെയിനിങ് സെൻറ്ററിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ ചാർജ് എടുക്കാനായിട്ട് ആരുമില്ല, ആർക്കും താല്പര്യമില്ല. കാരണം പോലീസിൽ ഡോഗുമാർ ചേരുന്ന ആളുകളൊക്കെ അവരുടെ പേരിന് മുമ്പിൽ ഒരു പേര് കൂടി ചേർത്തിട്ടാണ് വിളിക്കുക. അതെന്തായിരിക്കും? പട്ടി രമേശ് എന്നാ വിളിക്കുക. അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആളുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഒഴിഞ്ഞു മാറിപ്പോവുക ചെയ്യുക. അപ്പോൾ ഞാനിത് എന്തായാലും കുഴപ്പമില്ല, ഞാൻ മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണല്ലോ എന്ന് കരുതി ഞാൻ എഴുതി കൊടുത്തു. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻചാർജായിട്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡോഗ് ട്രെയിനിങ് പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞു ആദ്യത്തെ ബാച്ചിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഡോഗ് ട്രെയിനിങ് സെൻറ്ററിൽ ആ കോഴ്സ് പാസ്സായത്. എവിടെയായിരുന്നു ഈ ഡോഗ് ട്രെയിനിങ് സെൻറ്റർ? പോലീസ് അക്കാഡമിയിലെ രാമവർമ്മരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ പരിശീലനമൊക്കെ തുടങ്ങുന്നത്? പരിശീലനം നമുക്ക് ആദ്യകാലത്തിൽ നമുക്ക് 12 ഡോഗ് ഉണ്ടായിരുന്നത്. 2008 ഒന്നാമത്തെ ബാച്ച് ഉദ്ഘാടനം. അവിടെ നമ്മൾ ഈ പറഞ്ഞ വ്യത്യസ്ത വിഭാഗങ്ങൾ. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതിന് മുമ്പ് അപ്പോൾ പോലീസിലെ നായ്ക്കളെ പരിശീലിപ്പിച്ചിരുന്നതൊക്കെ എവിടെയാണ്? അത് മധ്യപ്രദേശിലായിരുന്നു. ഓ, കേരളത്തിലുണ്ടായിരുന്നില്ല. കേരളത്തിൽ ആകെ ഒരു ഡോഗ് ട്രെയിനിങ് സെന്റർ ഇപ്പം നിലവിലുള്ളൂ. അത് ഈ സ്റ്റേറ്റ് ഡോഗ് ട്രെയിനിങ് സ്കൂളാണ്. അത് കേരള പോലീസ് അക്കാഡമിയിൽ. അതിനു മുമ്പ് നായകളെയൊക്കെ പരിശീലിപ്പിച്ചിരുന്നത് മദ്രാസിലും, അതുപോലെ തന്നെ കൂടുതലും പരിശീലിപ്പിച്ചത് മധ്യപ്രദേശിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ടെക്കൻപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഡോഗുകളെ പരിശീലിപ്പിച്ചത്. ഓക്കെ. അപ്പം രാമവർമ്മപുരത്ത് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ബാച്ചിലെ ആളായിട്ട് നമ്മളും ജോയിൻ ചെയ്യുന്നു. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ആ ബാച്ചിൽ? ഞങ്ങളത് മൊത്തം 25 പോലീസുകാരും 12 ഡോഗുകളുണ്ടായിരുന്നത്. ഞാനന്ന് ASI ആയിരുന്നു. ASI ആയ ഞാനും ഉൾപ്പെടെ 25 പോലീസുകാരും 12 പോലീസുകാരും 12 ഡോഗുകളും. അങ്ങനെയാണ് നമ്മൾ ആ ഡോഗുകളെ പരിശീലിച്ച്. ഈ നായ്ക്കള് അപ്പോൾ നിങ്ങൾ പരിശീലനം ആരംഭിക്കുമ്പോൾ എന്ത് പ്രായമുള്ള നായ്ക്കൾ നമുക്ക് കിട്ടുന്നത് പല തരത്തിലുള്ള ഏജ് വരും. ആ ഡോഗ് ബാച്ചിലെ നായകളെ മുഴുവൻ നമുക്ക് സ്പോൺസർ ചെയ്തത് കെന്നൽ ക്ലബ്ബായിരുന്നു, തൃശ്ശൂർ കെന്നൽ ക്ലബ്ബായിരുന്നു. അപ്പോൾ അത് തന്നെ അവർ വാങ്ങിച്ച് എടുത്ത് നമുക്ക് തരാൻ വേണ്ടി
പേപ്പർ വർക്കുകളൊക്കെ നടന്നപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ 8 മാസം 10 മാസമായി. ഓ ശരി. അതൊരിക്കലും സൂട്ടബിൾ അല്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. ഓക്കെ. നമുക്ക് യങ്ങർ സ്റ്റേജിൽ കിട്ടണം, ഏർലി സ്റ്റേജിൽ കിട്ടണം, എന്നാലേ ഇവരെ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണോ, അങ്ങനെ നിർബന്ധമുണ്ടോ ഇതിന്? ഇല്ല സാർ, നമുക്ക് ഏത് ബ്രീഡിനെ കിട്ടിയാലും ഏർലി സ്റ്റേജിൽ കിട്ടിയാൽ നമുക്ക് പരിശീലിപ്പിക്കാം. ഇതിലേറ്റവും ബുദ്ധിയുള്ള ഇനം ഏതാ? അല്ല സാർ, അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മൾ ഈ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. പല ആളുകളും പറയും ഇന്ത്യൻ ബ്രീഡ് ട്രെയിനബിലിറ്റി ഇല്ല, മറ്റ് എക്സോട്ടിക് ബ്രീഡുകളായ ബെൽജിയം മാൽനോയ്സ്, ലാബ്രഡോർ ഒക്കെയാണെന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് ഏർലി സ്റ്റേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ബ്രീഡിനെയും നമുക്ക് നന്നായി പരിശീലിപ്പിക്കാം. ഈ ബുദ്ധിയുടെ കാര്യത്തിൽ അങ്ങനെ വ്യത്യാസം ബ്രീഡ് വൈസ് അല്ല. അത് ബ്രീഡ് വൈസും വേറെ കുറേ ട്രേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ലാബ്രഡോർ എന്ന് പറഞ്ഞ ഡോഗ് ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും. ബെൽജിയം മാൽനോയ്സും റോട്ട് വെയിലറും അങ്ങനെ ചൈൽഡ് ഫ്രണ്ട്ലി ആവണം എന്നില്ല. മാത്രമല്ല ബീഗിൾ എന്ന് പറഞ്ഞ ഡോഗ് എപ്പോഴും തറ മണത്ത് നടക്കും. അത് സെന്റ് ഹൂണ്ട് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇന്ത്യൻ ബ്രീഡുകളും മണക്കും, കാരണം എല്ലാ ഡോഗുകൾക്കും പെക്യുലിയാരിറ്റീസ് ഉണ്ട്. ഡോഗുകൾ മണം പിടിക്കും, പക്ഷെ അത്രമേൽ ആക്റ്റീവ് ആവണമെന്നില്ല. ഈ ബെൽജിയം മാൽനോയ്സിൻ്റെ അത്ര ആക്റ്റീവ് ആവണമെന്നില്ല ഇന്ത്യൻ ബ്രീഡ്. പൊതുവേ ഈ മണം പിടിച്ച് നടക്കുന്ന സ്വഭാവം ഏറ്റവും കൂടുതൽ നായ്ക്കൾക്കാണല്ലോ ഉള്ളത്. എന്താണ് അവരുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ കാരണം എന്താ സാർ? അത് ഡോഗുകൾ എല്ലാ വസ്തുവിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മണം എടുത്തിട്ടാണ്. ഓ ശരി. അതിപ്പോൾ ഞാൻ പ്ലസൻ്റ് ആണോ, എനിക്ക് ദേഷ്യമുണ്ടോ, എനിക്ക് വിദ്വേഷമുണ്ടോ, അല്ലെങ്കിൽ ഡോഗിനോട് ഇഷ്ടപ്പെടാത്തതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്ന തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മണം എടുത്തിട്ടാണ്. ഞാൻ ദേഷ്യം വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അഡ്രിനാലും കോർട്ടിസോളും ഉണ്ടാവും, മറ്റേതാകുമ്പോൾ ഡോപ്പമിനും സെറോട്ടോണിനും ഉണ്ടാവുക. അപ്പോൾ ആ മണം കിട്ടുമ്പോഴാണ് ഡോഗിന് മനസ്സിലാവുക പ്ലസൻ്റ് ആണ്. പിന്നെ ഞാൻ എൻ്റെ ടോൺ ഉപയോഗിക്കുന്നത്, മുഖഭാവം, ഇതൊക്കെ ഡോഗിന് റീഡ് ചെയ്യാൻ പറ്റും. ഞാനവിടെ പലപ്പോഴും ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഡോഗിനെ റീഡ് ചെയ്യാൻ പറ്റാത്തത് കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മനുഷ്യന്മാർക്കാണ്. പക്ഷേ ഡോഗിന് ഇവരൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അത് വളരെ വ്യക്തമായിട്ട് ഡോഗ് അതോറിറ്റീനെ അംഗീകരിക്കും. സാറേ, ഞാൻ അവിടെ 15 ബാച്ചുകൾക്ക് ഡോഗ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഈ റെഫ്രഷർ കോഴ്സ് 30 ബാച്ച് റെഫ്രഷർ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 15 ബാച്ചും 30 ബാച്ച് റെഫ്രഷർ കോഴ്സ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 500-550 ഡോഗുകൾക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഡോഗ് ഒരു അതോറിറ്റിയെ അംഗീകരിക്കും. ഞാനവിടെ കാലത്ത് ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് 6:45 ട്രെയിനിങ് ആരംഭിക്കും. അപ്പോൾ അവിടെ എല്ലാ ഡോഗും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫോളോണായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും എന്നെ കാണുമ്പോഴേക്കും ഇരുന്ന ഡോഗുകൾ ചിലപ്പോൾ എണീക്കും. സ്വാഭാവികമായിട്ട് അത്ഭുതപ്പെട്ടു പോകും നമ്മൾ, കാരണം അവർക്ക് മനസ്സിലായി. പക്ഷെ പോലീസുകാർ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല, എനിക്ക് അവർ ചെയ്യുന്നില്ല. പക്ഷെ ഡോഗ് എണീറ്റ് നിൽക്കും. ഞാൻ സല്യൂട്ട് എന്ന് പറയുന്ന കമാൻഡ് കേൾക്കാതെ തന്നെ ഡോഗ് സല്യൂട്ട് ചെയ്യും. സല്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൈ രണ്ടിലേക്ക് വെച്ച് തല താഴ്ത്തുന്ന ഒരു പ്രൊസീജിയറാണ്. അത് ചെയ്യും. സല്യൂട്ട് എന്ന് പറയേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ മുമ്പിൽ പോയി നിന്നാൽ മതി. ചില ഡോഗുകൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരും. അപ്പോൾ ഇത് അതോറിറ്റീനെ അംഗീകരിക്കും. അപ്പോൾ നമ്മളെ മണം ഈ അതോറിറ്റി അംഗീകരിക്കുന്നതാണോ അതൊരു നിത്യത്തൊഴിൽ കൊണ്ട് അങ്ങോട്ട് ശീലമായി പോകുന്നതാണോ? അല്ല സാർ, അത് മാസ്റ്ററിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. വീട്ടിലെ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിലെ ഡോഗ്, ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ ഡോഗ് അകത്ത് കിടക്കില്ല. പക്ഷെ ഞാനില്ലാത്ത സമയത്ത് ഭാര്യ മാത്രമുള്ളെന്നുണ്ടെങ്കിൽ വീടിനകത്ത് കയറി ഓടി നടക്കും. അപ്പോൾ അത് ഡോഗിന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇന്ന ആള്. ഞാനിപ്പോൾ ഒരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റിൽ പറഞ്ഞല്ല, എന്നിരുന്നാലും ഉണ്ട്. ഇപ്പം എൻ്റെ ഭാര്യയാണ് അവിടെ ഡോമിനൻ്റായി നിൽക്കുന്നെങ്കിൽ ഭാര്യ പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ അത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് പോലീസിൽ മാത്രമല്ല, അത് സ്ഥിരമായിട്ട് പരിചയപ്പെടുന്നുകൊണ്ടുണ്ടാവുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഡോഗ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇത് നമ്മളെങ്ങനെ റീഡ് ചെയ്യുന്നു, നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആർട്ടിക്കിൾ നാർക്കോട്ടിക് ഐറ്റംസ് ഒളിപ്പിച്ച് വെച്ച സ്ഥലത്ത് ഒരു ഡോഗ് കാണിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ ആവണമെന്നില്ല മറ്റേ ഡോഗ് കാണിക്കുക. പക്ഷെ നമ്മളത് യൂണിഫോമിറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നാർക്കോട്ടിക് ഐറ്റംസ് കണ്ടെത്തിയാലും എക്സ്പ്ലോസീവ് കണ്ടെത്തിയാലും ഡോഗ് അവിടെ പോയിട്ട് പെട്ടെന്ന് ഇരുന്നിട്ട് അവിടേക്ക് ഫോക്കസ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ലേറ്റർ സ്റ്റേജുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. മറ്റത് ആദ്യകാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെയാണ് ആർട്ടിക്കിൾ വെച്ചിരുന്നെങ്കിൽ ഡോഗ് ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തലതിരിച്ച് നോക്കുകയുള്ളൂ, പെട്ടെന്ന് നോട്ടം നോക്കുകയുള്ളൂ. പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഹാൻഡലർക്ക് പറ്റണം. അപ്പോൾ അത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചു, അത്രയ്ക്കും ഒബ്സർവേഷൻ സ്കില്ല് വേണ്ട ഒരു ജോലിയാണ് ഡോഗ് ഹാൻഡലറുടെ ജോലി. ഈ പരിശീലനം നായ്ക്കളും ഈ പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നുള്ള, അല്ലെങ്കിൽ അവരെ ഒന്നിച്ചാണോ പരിശീലിപ്പിക്കുക? അതെ സാർ, അത് ഡോഗിനെ കൊണ്ടുവരുന്ന സമയത്ത്, പപ്പി സ്റ്റേജിൽ കൊണ്ടുവരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടെ വരും. അങ്ങനെ അതായത് 9 മാസം ഒരുമിച്ച്. അതായത് ഒരു ഡോഗിന് 2 പേര് കൂടെ ഉണ്ടാവും. അവരുടെ പേരെങ്ങനെ, അവരെ എങ്ങനെ വിളിക്കുന്നത്? ഹാൻഡലർമാർ. അപ്പോൾ ഒരു ഡോഗും 2 ഹാൻഡലർമാരായ പോലീസുകാരും ഉണ്ടാവും. അവർ സ്ഥിരമായിട്ട് ആ ഡോഗിൻ്റെ മാത്രമായിരിക്കുമോ? അതെ സാർ, അതായത് 9 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഈ ഡോഗ് മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുന്നത് വരെ ഈ ഡോഗ് ഹാൻഡർമാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരാവണം ഈ ഡോഗിൻ്റെ കൂടെ ജോലി ചെയ്യേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവുണ്ട്. ഒരു കാരണവശാലും അവർ ഡിസിപ്ലിനറി പ്രശ്നങ്ങളില്ലാത്ത കാലഘട്ടം വരെ ഇവരെ ഒരു കാരണവശാലും ഡോഗിൻ്റെ അടുത്ത് നിന്ന് മാറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മാറ്റിക്കഴിഞ്ഞാൽ ആ ഡോഗിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. ഡോഗും ഈ ഹാൻഡർമാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മനുഷ്യന്മാരായിട്ട് നമ്മളെ ബോണ്ടിങ്ങിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഡോഗ് ഭക്ഷണം കഴിക്കില്ല, ഡോഗ് കിടന്ന്
കരയും. അങ്ങനെ പല ഇൻസിഡൻറ്റുകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പരിശീലനം തുടങ്ങുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് സാർ ചെയ്യുന്നത്? അത് നമ്മൾ ആദ്യത്തെ കുറച്ച് 10 ദിവസത്തോളം 10-15 ദിവസത്തോളം ഈ ഡോഗും ഈ ഹാൻഡർമാരും തമ്മിൽ വെറുതെ ഭക്ഷണം കൊടുക്കും, വെറുതെ കളിക്കും, ബോളിട്ട് കളിക്കും. അങ്ങനെ നമ്മൾ ഫെമിലിയറൈസ് ചെയ്യും, അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിന് പറയാം മെറിയിങ് അപ്പം എന്നാ പറയാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഭക്ഷണം കൊടുക്കുന്ന ഡോഗിന് ഭക്ഷണം കൊടുക്കുന്ന ആളോട് ഉണ്ടാകുന്നൊരു താല്പര്യമാണ് ബേസിക് പ്രിൻസിപ്പിൾ അതിൻ്റെ. ഓക്കെ. അപ്പോൾ ഈ കുറേ ജോഡികളുണ്ടാവുമല്ലോ ഇങ്ങനെ. അപ്പോൾ ഇവരെല്ലാം ഒരേ ക്യാമ്പസിൽ ഇങ്ങനെ പരിശീലനം നടക്കുമ്പോൾ ഇത് തമ്മിലുള്ള മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ അന്നേരം ഈ പറഞ്ഞ ഒരു പരിശീലകൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇവരിങ്ങനെ നിൽക്കുമോ? സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടോ? അതോ ഇവരെ സെപ്പറേറ്റ് സ്ഥലങ്ങളിലാണോ ഇവർക്ക് പരിശീലനം കൊടുക്കുക? അല്ല സാർ, നമ്മൾ ഗ്രൂപ്പായിട്ടാണ് പരിശീലനം കൊടുക്കുക. അത് ശരി. ആ ഗ്രൂപ്പായിട്ട് പരിശീലനം കൊടുക്കുന്നതിന് മറ്റൊരു കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഒരു കമാൻഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് സല്യൂട്ട് എന്നൊരു കമാൻഡ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് 15 ഡോഗും ഒരേപോലെ സല്യൂട്ട് വരണം. അത് ഒരു ഡോഗിൻ്റെ സമയത്തിന് മറ്റു ഡോഗ് വരാതിരിക്കുകയോ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ 15 ഡോഗിനും അല്ലെങ്കിൽ എത്ര ഡോഗുണ്ടോ അത്ര ഡോഗുകൾ ഒരുമിച്ച് സല്യൂട്ട് വരണം. അപ്പോൾ അതിന് ഗ്രൂപ്പ് എക്സസൈസ് ആവശ്യമാണ്. രണ്ടാമത് ഗ്രൂപ്പ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് അവിടെ നടക്കും. അപ്പോൾ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഓടാം, ഞാൻ ഓടിക്കോളാം, നീ പിന്നാലെ വന്നോളൂ എന്നൊക്കെ പറയും. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മുമ്പിൽ നിൽക്കുന്ന ഇൻസ്ട്രക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും, ട്രെയിനർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർ തമ്മിൽ തല എത്തിച്ച് നോക്കുന്നുണ്ടാവും. ഡോഗുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല എത്തിച്ച് നോക്കുന്നുണ്ടാവും. തല എത്തിച്ച് നോക്കുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവും, പിടിച്ചോ എന്ന് പറയുമ്പോഴേക്കും ഒരാളോടും. ഒരാൾ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു 3-4 അവരെ പിന്നാലെ ഓടിക്കളിക്കലാണ് പിന്നെ. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ അവർ നടത്തുന്നുണ്ട്. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയും, ഡോഗിനെ ശ്രദ്ധിച്ചോ എന്ന് പറയുമ്പോഴേക്കും അവരോടും. ഈ നായ്ക്കൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ഡോഗുകൾ എന്തൊക്കെ വാലാട്ടൽ, മണക്കൽ, ഡോഗിൻ്റെ ബോട്ടം സ്മെല്ലിംഗ് എന്ന് പറയും. ബോട്ടം സ്മെല്ലിങ്, അല്ലെങ്കിൽ ഒരു ഡോമണ്ടായ ഡോഗ് വരുന്ന സമയത്ത് മലർന്ന് കിടക്കൽ, സക്കമ്പ് ചെയ്ത് കൊടുക്കൽ, അല്ലെങ്കിൽ ബോജിയിൽ വാലാട്ടിക്കൊണ്ട് ബോജിയിൽ ഓട്ടം, അതൊക്കെയാണ് അവരുടെ ഒരു. ഈ ആനകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു വേവ് ലെങ്ത് ഉള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. എന്നതുപോലെ ഈ നായ്ക്കൾ അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കാൻ. സാറേ, ഈ നായ്ക്കൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം നമുക്ക് ചിലപ്പോൾ കേട്ടൊന്നും വരില്ല. പക്ഷെ നായ്ക്കൾ നോട്ടം കൊണ്ടും വാലാട്ടൽ കൊണ്ടും അവരുടെ ബോഡി ജസ്റ്റർ കൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ നായ്ക്കൾക്ക് മനുഷ്യർക്കില്ലാത്ത എന്തെല്ലാം കഴിവുകളാണ് ഇത്തരത്തിലാണെങ്കിൽ ഉള്ളത്? നമുക്ക് കേൾക്കാൻ പറ്റാത്ത ചില ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സ്മെല്ല് അവർക്കുണ്ടാകാം. ഇങ്ങനെ ചില സിദ്ധികൾ അവർക്കുള്ളതുകൊണ്ടാണല്ലോ അവരെ ഉപയോഗിക്കുന്നത്. അവരുടെ 5 സെൻസസ്, നമുക്കുള്ളത് 5 സെൻസസ് ആണ് അടുത്തത്. അത് ഒന്നാമത് കേൾവി ശക്തി. നമ്മളെക്കാൾ വളരെ ഇതാണ്. വളരെ ചെറിയ ശബ്ദം പോലും കേൾക്കാൻ നായകൾക്ക് കഴിയുമെന്ന് നമുക്കറിയാം. ഞങ്ങളവിടെ ചെയ്യാന്ന് വെച്ചാൽ പോലീസ് അക്കാഡമിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വാഹനം വരും, നമുക്ക് കേൾക്കില്ല. പക്ഷെ നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ സാറിന് അറിയാലോ പോലീസുകാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. നമ്മൾ പോലെ റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ നായകളുടെ ചെവി ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പറയും, ശ്രദ്ധിച്ചോട്ടോ ആരോ വരുന്നുണ്ട് കേട്ടോ. അപ്പം നായകൾ ചെവി അങ്ങോട്ട് കൊണ്ടുപോകും, ആ ശബ്ദം വരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒന്ന് ഹിയറിംഗ് കപ്പാസിറ്റി നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. സ്മെല്ലിംഗ് കപ്പാസിറ്റി നായരുടെ അടുത്ത് എവിടെയും നമ്മളെത്തില്ല. നമ്മുടെ മണം എടുത്തിട്ട് തലച്ചോറിൽ അനലൈസ് ചെയ്യുന്ന ഏരിയയേക്കാൾ വളരെ വ്യാപകമായ ഒരു ഏരിയ തലച്ചോറിലെ നായകൾക്ക് ഉണ്ട് ഈ സ്മെല്ല് അനലൈസ് ചെയ്യാൻ. ഏറ്റവും ചെറിയ സ്മെല്ല് പോലും നായക്ക് തിരിച്ചറിയാൻ പറ്റും. കാഴ്ചശക്തി നമ്മളെക്കാളും കുറച്ച് കുറവാണെന്ന് പറയാം. പക്ഷേ ഒരു മൂവ്മെൻറ്റ് അകലം നടന്നാൽ നമ്മളെക്കാൾ വ്യക്തമായിട്ട് നായകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നായകൾക്ക് മൂവ്മെൻ്റ് ഇല്ലാതെ സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ഒരു സംഗതി ചിലപ്പോൾ അത്ര ക്ലിയർ ആയി കിട്ടുന്നില്ല. ഈ കളർ ഐഡന്റിഫൈ 2 തരത്തിലുള്ള കളറേ നായകൾക്ക് കിട്ടുള്ളൂ. മറ്റുള്ള കളറുകൾക്കൊന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നായകൾക്ക്. അത് ഏതൊക്കെ കളറായിരിക്കും? അത് പച്ചയും ചുവപ്പാണോ എന്ന് സംശയമുണ്ട്. നമുക്ക് കൃത്യമായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഈ ട്രെയിനർമാരുണ്ടല്ലോ, ഡോഗ് ഹാൻഡ്ലേഴ്സ്, ഈ ഡോഗ് ഹാൻഡ്ലേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പം നായ്ക്കളോടൊപ്പമുള്ള ഈ ആക്ടിവിറ്റികൾ, അവരോടൊപ്പമുള്ള മിംഗ്ലിങ്, സോഷ്യലൈസേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുപരിയായി ഇവർക്കൊത്തിരി സയൻസ് പഠിക്കാനില്ല ഇതിനകത്ത്? ഉണ്ട്. ക്ലാസ് റൂം സെഷൻസ് ഉണ്ടാവില്ലേ? കനൈൻ സൈക്കോളജി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സൂണോട്ടിക് ഡിസീസസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഈ നായ്ക്കളുടെ മനഃശാസ്ത്രം, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്ന രീതി, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ അല്ലെങ്കിൽ അവർക്ക് ഒരു പരിശീലനം കൊടുക്കേണ്ടതില്ലേ ക്ലാസ് റൂം സെഷൻസിൽ? ഓ സാർ, അത് ചെയ്യുന്നുണ്ട് നമ്മളത് ലിംബിക് സിസ്റ്റത്തെക്കുറിച്ച്, എങ്ങനെയാണ് നായകൾ സ്മെല്ല് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അമിഗ്ഡലയിൽ വർക്ക് ചെയ്യുന്നത്, പിന്നെ സോഷ്യലൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കനൈൻ സൈക്കോളജി നമ്മൾ വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മളവിടെ ഞാനും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ വെറ്റിനറി കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ഇവർക്ക്
സൂണോട്ടിക് ഡിസീസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും. ജന്തുജന്യ രോഗങ്ങൾ. അപ്പോൾ ഒരു നായയുടെ ശരീരത്തിൽ ഏതാണ്ട് 40,000-ഓളം ടൈപ്പ് വേംസിൻ്റെ എഗ്ഗ് ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ഒരു എഗ്ഗ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി പറ്റിയാൽ അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലേക്ക് കയറി പറ്റിയാൽ അവിടെ സിസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എല്ലാവരും ആവണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സൂണോട്ടിക് ഡിസീസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് ഈ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. നായയെ തൊട്ട് കഴിഞ്ഞാൽ, കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായി കൈ കഴുകണം എന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഇതിനെ ക്ലീനിങ് എന്ന് പറയുന്നത് എത്ര ഇൻ്റർവെൽ ചെയ്യണമെന്നാണ് നിങ്ങൾ നിഷ്കർഷിക്കുന്നത്? ഇവരെ കുളിപ്പിക്കണം അല്ലെങ്കിൽ ഇവരെ കഴുകി വൃത്തിയാക്കണം എന്നുള്ളത്? സാർ, നായകളെ നമുക്ക് സത്യത്തിൽ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. നായകൾക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല. പിന്നെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവരെ കളിയുടെ ഭാഗമായിട്ട് ഇവർ ചളിയൊക്കെ മേത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെ സ്മെല്ല് വരുമ്പോഴേ കുളിപ്പിക്കണ്ടു. പക്ഷേ അതിനേക്കാൾ ഉപരി നന്നായിട്ട് ചെയ്യേണ്ടത് 2 നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രഷ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഇവരുടെ ആ ഹെയർ, ആ രോമത്തിൽ നമുക്ക് ഒരു ഗ്ലോസി ഫീലിംഗ് ഉണ്ടാവും. മറിച്ച് കുളിപ്പിച്ചാൽ അത് മെല്ലെ മെല്ലെ ഡ്രൈ ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ കുളിപ്പിക്കുന്നത് നമ്മൾ വളരെ റയറായിട്ട് കുളിപ്പിക്കുള്ളൂ. വൺസ് ഇൻ എ മന്ത് ഒരിക്കൽ അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷെ ബ്രഷിങ് 2 നേരവും കാലത്തും വൈകിട്ടും നമ്മൾ ചെയ്യും. അതിന് ഗ്രൂമിംഗ് എന്നാ പറയാം. അത് 30 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഗ്രൂം ചെയ്യുക. ഈ ഹാൻഡ്ലേഴ്സ് തന്നെയാണോ അത് ചെയ്യുക? അതെ, ഹാൻഡർമാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, എങ്ങനെ ഗ്രൂം ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കും. ആദ്യം ബോഡി പരിശോധിക്കുന്നത് മുറിവുകളുണ്ടോ, ചതവുണ്ടോ, സ്വെല്ലിംഗ് ഉണ്ടോ, ടിക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം ബ്രഷിങ്, ഒന്ന് നമ്മൾ ഹെയർ കിടക്കുന്ന വഴിക്കുള്ള ബ്രഷിങ്, അത് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ബ്രഷിങ്, അണ്ടറിൽ ബ്രഷിങ്, അങ്ങനെയൊക്കെ നമ്മൾ 30 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇവരുടെ ഈ പരിശീലന കാലത്തെ ഒരു സാധാരണ ഒരു ദിവസത്തെ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കും? അതിൻ്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും? സാർ, നമ്മൾ പോലീസിൽ ആണെങ്കിൽ കാലത്ത് 6:45 കന്നൽ ഔട്ടാണ്. ഡോഗുകളെയും കൊണ്ട് ഹാൻഡർമാർ പുറത്തേക്ക് ഇറങ്ങണം. ഇവർ താമസിക്കുന്നത് ഒന്നിച്ചാണോ? അല്ല സാർ, താമസിക്കുന്നത് ഒരു ബാരക്കാണെങ്കിൽ, പോലീസ് അക്കാഡമിയിലാണെങ്കിൽ ഒരു ബാരക്ക്, അവിടെ നമുക്ക് ഒരു 10-30 പേർക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അവരുടെ ടോയ്ലറ്റ് കോംപ്ലക്സ് പറയണം. അപ്പോൾ അതിന് നേരെ മുൻപിലായിട്ട് ഒരു 100 മീറ്റർ അപ്പുറത്തായിട്ട് അവരുടെ ഈ ഡോഗിൻ്റെ കെനൽ കാണാം. അപ്പോൾ ഇവർക്ക് കാണാൻ പറ്റും. ഡോഗിന് ഇവരെയും കാണാം, ഇവർക്ക് ഡോഗിനെയും കാണാം. കാരണം ഒരു ടെൻഷനും സ്ട്രെസ്സും ഡോഗിന് കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ 6:15 കെനലോട്ട് 6:45 വരെ കെനലോട്ട്. അത് 6:15 കെനലോട്ടാക്കി 6:45 വെച്ചാൽ സ്റ്റൂൾ ചെയ്യുക. കാലത്ത് എഴുന്നേറ്റാൽ സ്റ്റൂൾ ചെയ്യാൻ കൊണ്ടുവന്ന് മുട്ടൊഴിക്കാനും അപ്പിടാനും കൊണ്ടുപോകും. അതിന് പ്രത്യേക ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി സ്റ്റൂൾ ചെയ്യും, അപ്പിടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിവിടെ വന്നിട്ട് ഫോണായി നിൽക്കും. അപ്പോൾ അത് ഫോണായി നിന്ന് കഴിഞ്ഞാൽ 6:45 തൊട്ട് 8:45, 9 മണി വരെ പരിശീലനമാണ്. എന്തൊക്കെ പരിശീലനം ആ സമയത്ത്? ഈ പറയുന്ന വിവിധ ട്രേഡുകളാണ്. ബേസിക് ഒബീഡിയൻസ് ആണ് പഠിപ്പിക്കുക. 10 ഐറ്റംസ് ഉണ്ട് ബേസിക് ഒബീഡിയൻസിൽ. ആ 10 ഐറ്റംസിൽ സിറ്റ്, അപ്പ്, കമ്മ്, സ്റ്റേ, ഡൗൺ, സ്ലീപ്പ്, സല്യൂട്ട്, ഹീല്, റിഫ്യൂസൽ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞൊരു 10 ഐറ്റംസ് ഉണ്ട്. ആ 10 ഐറ്റംസ് പഠിപ്പിച്ചതിനൊപ്പം നമ്മൾ ക്രമാനുഗതമായിട്ട് ട്രേഡ് വർക്കുകളിലേക്ക് ഇവരെ മാറ്റും. 10 കമാൻഡ്സ് എന്ന് പറയുന്നത് അവരെ പരിശീലിപ്പിക്കുന്ന ടെക്നിക്ക് എങ്ങനെയാണ്? അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ പട്ടി ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്നത് നമ്മളിത് ഈ ആവർത്തിച്ച് പറഞ്ഞ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുക, അവരെ ഫിസിക്കലി നമ്മൾ പ്രസ് ചെയ്ത് ഇരുത്തി, അങ്ങനെയാണോ ഇത് പരിശീലിപ്പിക്കുന്നത്? സാർ, അത് നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത് ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ഡോഗിനെ നമ്മൾ ഇരുത്തി ചെയ്യിക്കുക, നമ്മൾ ബലം പ്രയോഗിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. ഞാനിപ്പോൾ പണ്ട് നമ്മൾ A² + B² തല്ലി പഠിപ്പിച്ചുകൊണ്ട് പരീക്ഷ കഴിഞ്ഞു. പക്ഷേ ഞാൻ സൈക്കിൾ ഓടാൻ പഠിച്ചതും നീന്താൻ പഠിച്ചതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്, അത് ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവരെയും പഠിപ്പിക്കുന്നത്. നമ്മൾ ബലം പ്രയോഗിച്ച് ഇരുത്തി കഴിഞ്ഞാൽ അവർ ആ ഹാബിറ്റ് നമ്മുടെ കമാൻഡിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യാൻ വൈകും. മറിച്ച് നമ്മളതിനെ ഈ ഫുഡ് കൊടുത്ത്, ടോയ് കൊടുത്ത്, അല്ലെങ്കിൽ അതിനെ പ്ലസൻറ്റ് ടോണിൽ നമ്മളതിനെ പരിശീലിപ്പിക്കും. അതിനെ നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയും. നമ്മൾ ബലം പ്രയോഗിച്ച് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കമാൻഡിനും നമ്മൾ അതിന് പ്രത്യേക ജസ്റ്റർ ഉണ്ട്. ബോഡി അല്ല, ഞാൻ ചോദിക്കുന്നത് ആദ്യമായിട്ട് ഈ പട്ടി സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കാനാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? അല്ല സാർ, അത് ഇരിക്കാനായിട്ട് നമ്മൾ ഫുഡിലാണ് പട്ടി ഇരുത്തുക. പട്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഫുഡ് എടുത്തിട്ട് തലയുടെ മുകളിൽ കൊണ്ടുപോയി പട്ടി മെല്ലെ തല പൊന്നിച്ചോട്ട് ഇരിക്കും. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സിറ്റ് എന്നുള്ള കമാൻഡും കൂടി ഡെലിവറി ചെയ്യും. അപ്പോൾ ഫുഡിൻ്റെ ഒരു സ്മെല്ലിൽ പട്ടി ഇരിക്കുന്ന സമയത്ത് കമാൻഡ് ഡെലിവറി ചെയ്യുന്നു. 10 പ്രാവശ്യം ചെയ്യുമ്പോൾ സിറ്റ് എന്നുള്ള കമാൻഡ് കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ലൂറിങ്ങിലാണ് പ്രലോഭിപ്പിച്ചിട്ട് ഈ ഫുഡിന്റെ മണം കിട്ടി ഫുഡ് എടുക്കാൻ വേണ്ടി തല പൊന്തിക്കുന്നതിന് പട്ടിയിരിക്കും, അറിയാതിരിക്കും. അപ്പോൾ സിറ്റ് ആവും.
അത് പട്ടീനെ മാത്രമല്ല സാറേ, നമുക്ക് പൂച്ചേനെ ഇരുത്താം. ഞാൻ ഇപ്പോൾ പൂച്ചേനെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട്, 2-3 പൂച്ചകളെ സിറ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരി. പക്ഷേ പട്ടി പഠിക്കുന്ന അത്ര സ്പീഡിൽ കിട്ടില്ല. കാരണം നമ്മളോട് സഹവസിക്കുന്നില്ല. ഭക്ഷണം കൊടുക്കാൻ കഴിക്കാൻ നേരത്ത് മാത്രമേ അവർ വരുന്നുള്ളൂ. അവർക്ക് ഭക്ഷണം കിട്ടുമെങ്കിൽ മാത്രമുള്ള സ്നേഹമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പട്ടിക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒരിക്കലും എന്തെങ്കിലും കിട്ടിയാൽ സ്നേഹം നീണ്ടു നിൽക്കുമല്ലേ? അതൊരു പ്രത്യേകതയാണ്. അത് ശരിയാണ് പട്ടിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ ഈ 10 കമാൻഡ്സ് അവരെ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് അവർ ആ ഭക്ഷണത്തിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ട് ഇവരുടെ ചലനങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതാണ് നമ്മൾ കമാൻഡായിട്ട് മാറ്റുന്നത്. അത് കമാൻഡുമായിട്ട് സിൻക്രണൈസ് ചെയ്യും. അത് പിന്നെ നിരന്തരം ചെയ്യുമ്പോൾ അവരത് ആ കമാൻഡ് കേൾക്കുമ്പോൾ ആ പണിയെ ചെയ്യുന്നു. അതെ, മനസ്സിലാക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മണം കൊടുക്കില്ല, കമാൻഡ് കൊടുക്കും. കമാൻഡ് കൊടുക്കുമ്പോൾ സിറ്റ് എന്ന് പറയുന്ന സമയത്ത് പട്ടി കമാൻഡിൽ സിറ്റ് ചെയ്യും. പല ആളുകളും ചോദിക്കുന്നേക്കാം പട്ടിക്ക് ഇരിക്കാൻ അറിയാലോ, പിന്നെ എന്തിനാ നമ്മൾ പഠിപ്പിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇരിക്കാൻ പറയുമ്പോൾ കമാൻഡ് ഡെലിവറി ചെയ്യുമ്പോൾ പട്ടി ഇരിക്കണം. പട്ടി കിടക്കാൻ പറഞ്ഞാൽ പട്ടി കിടക്കാൻ അറിയാലോ, സ്വാഭാവികം കിടക്കുമല്ലോ. പക്ഷെ നമ്മൾ പട്ടിയുടെ ഡൗൺ പറയുന്ന സമയത്ത് പട്ടി കറക്റ്റായിട്ട് ഡൗൺ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡിൽ അങ്ങനെ ചെയ്യിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ട്രേഡുകൾ എന്ന് പറയുന്നത് പല 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 കാര്യങ്ങൾക്ക് ഇവരെ എംപ്ലോയി ചെയ്യേണ്ട കാര്യങ്ങൾ പരിശീലിപ്പിക്കൽ, അതെ. മയക്കുമരുന്ന് കണ്ടുപിടിക്കൽ, അല്ലെങ്കിൽ ആയുധങ്ങൾ കണ്ടെത്തൽ, അതല്ലെങ്കിൽ ബോംബ് സ്ക്വാഡിൻ്റെ ഭാഗമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ പിന്നെ പരിശീലിപ്പിക്കുന്നത്. അതെ, അതിനാണ് ട്രേഡ് വർക്ക് എന്ന് പറയാം. ഓക്കെ. അതിലാണ് ഈ പറഞ്ഞ മയക്കുമരുന്നും ബോംബും എക്സ്പ്ലോസീവും അല്ലാതെ ഈ പറയുന്ന കുറ്റവാളിയെ തേടിപ്പോകുന്ന മണം കണ്ടുപിടിക്കും, മനുഷ്യൻ്റെ മണം കണ്ടെത്താൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഓരോന്നും എങ്ങനെയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്? ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മണം കണ്ടെത്തി അതിനെ ചേസ് ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത്? സാർ, അത് ഒരു ട്രാക്കർ ഡോഗ് എന്നാണ് പറയുക. ട്രാക്കർ ഡോഗുകൾ നമ്മൾ ഏർലി സ്റ്റേജിൽ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്ര വലിപ്പമുള്ള ഒരു ഫുഡ് പ്രിൻ്റ് പാഡ് തയ്യാറാക്കും. ഫുഡ് പ്രിൻ്റ് പാഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡോഗിൻ്റെ മാസ്റ്റർ, 2 ഹാൻഡർമാരുണ്ടാവും, ഒരാളും അസിസ്റ്റൻറ്റും. അപ്പോൾ അതിൽ മാസ്റ്ററെ നമ്മൾ ഈ ഫുഡ് പ്രിൻ്റ് പാഡിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് അയാൾ കാല് വയ്ക്കുന്ന സമയത്ത് അവിടെ ഫുഡ് ഇട്ട് കൊടുക്കും, അടുത്ത കാല് വയ്ക്കുമ്പോൾ ഒരു ഫുഡ് ഇട്ട് കൊടുക്കും, അടുത്ത കാല് വയ്ക്കുമ്പോൾ വേറെ ഫുഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫുഡ് പ്രിൻ്റ് പാഡിൽ ഇയാളുടെ കാൽപാദത്തോട് ചേർന്ന് വരുന്ന മണത്തോട് ചേർന്നിട്ട് ഓരോ ഫുഡിൻ്റെ പീസ് വെച്ച് കൊടുക്കും. അപ്പോൾ പട്ടി നമ്മളിതിൽ കയറ്റി വിടുമ്പോൾ പട്ടി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ഓരോ ഫുഡും എടുത്തെടുത്ത് തിന്നും. അപ്പോൾ ഒക്കെ ഈ മാസ്റ്ററുടെ സെൻറ്റ് പട്ടിക്ക് കിട്ടും. പട്ടി അതും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യും. ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഫുഡ് പ്രിൻ്റ് പാടുന്ന ഈ മാസ്റ്ററോട് ഒരു സമചതുരത്തിലോ അല്ലെങ്കിൽ വൃത്താകൃതിയിലോ ആണെങ്കിൽ അവിടെ നമ്മൾ പറയും 10 സ്റ്റെപ്പ് മുമ്പിലേക്ക് വയ്ക്കാൻ പറയും. 10 സ്റ്റെപ്പ് മുമ്പിലേക്ക് വയ്ക്കുമ്പോഴും അവിടെയും ഓരോ ഫുഡ് വെച്ച് കൊടുക്കും. അപ്പോൾ ഓരോ ഫുഡ് വയ്ക്കുമ്പോഴും പട്ടി ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഡോഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോണ ഡോഗ് ഇയാൾ പോകുന്ന വഴിയിൽ മൂക്കിൻ്റെ മണം പിടിച്ച് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫുഡിൻ്റെ അളവ് കുറയ്ക്കും. ഈ ആദ്യത്തെ ഓരോ സ്റ്റെപ്പിലും വെച്ചെങ്കിൽ പിന്നെ 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേ വയ്ക്കുള്ളൂ, പിന്നെ 3 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേ വയ്ക്കുള്ളൂ. അങ്ങനെ വെച്ച് പട്ടിയെ ഡോഗിനെ ഈ മണം എടുത്ത് പോകാനായിട്ട് പഠിപ്പിക്കും. അതാണ് മണം മാത്രം പിടിച്ച് പിന്നെ ഒടുവിലേക്ക് വയ്ക്കുള്ളൂ, ഏറ്റവും ഒടുവിൽ വയ്ക്കുള്ളൂ. അതുപോലെ തന്നെയാണ് എക്സ്പ്ലോസീവിൻ്റെ നാർക്കോട്ടിക്കിൻ്റെയും കണ്ടെത്തൽ. ചിലപ്പോൾ നമ്മുടെ ഒരു ഡോഗിനെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഡോഗ് ഇവിടെ ഒക്കെ മണത്ത് നടക്കും. അതിൽ ചിലപ്പോൾ എക്സ്പ്ലോസീവ് ഉണ്ടാവും, നാർക്കോട്ടിക് ഉണ്ടാവും. അത് ഡോഗിന് ആദ്യത്തെ മണം എടുക്കുന്ന സമയത്ത് യാതൊരുവിധ പ്രത്യേകതയില്ല. എൻ്റെ ഷൂ മണത്തതുപോലെയും ഈ മേശ മണത്തതുപോലെയും ഈ കാർപ്പറ്റ് മണത്തതുപോലെയും മാത്രമേ ഉള്ളൂ ഒരു നാർക്കോട്ടിക് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് മണത്തത്. പക്ഷെ നാർക്കോട്ടിക്കിൻ്റെ മേലെ അല്ലെങ്കിൽ എക്സ്പ്ലോസീവിൻ്റെ മേലെ ഡോഗിൻ്റെ മൂക്ക് വന്നു എന്ന് കാണുമ്പോൾ തന്നെ ആ മൊമെൻറ്റിൽ നമ്മൾ റിവാർഡ് കൊടുക്കും. അപ്പോൾ പട്ടിക്ക് മനസ്സിലാവും ഈ പറയുന്ന കാർപ്പറ്റ് മണത്തപ്പോൾ റിവാർഡ് കിട്ടിയില്ല, ഷൂ മണത്തപ്പോൾ കിട്ടിയില്ല, മൊബൈൽ മണത്തപ്പോൾ കിട്ടിയില്ല, പക്ഷേ ഈ എക്സ്പ്ലോസീവ് മണത്ത സമയത്ത് എനിക്ക് റിവാർഡ് കിട്ടി. അപ്പോൾ സംതിങ് അവിടെ ഒരു സ്റ്റിമുലേഷൻ അവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഡോഗ് ഈ മണം മാത്രം തേടിപ്പോവും, കറക്റ്റ് റിവാർഡ് കിട്ടാൻ വേണ്ടി മാത്രം പോകും. ഇതേ ടെക്നിക്ക് തന്നെയാണ് എക്സ്പ്ലോസീവിനും നാർക്കോട്ടിക്സിനും എല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ? അതെ, എല്ലാത്തിലും ഇതേ ടെക്നിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ പരിശീലനത്തിൻ്റെ സമയത്ത് ഈ നായ്ക്കൾക്ക് ഈ നാർക്കോട്ടിക്സിൻ്റെയും എക്സ്പ്ലോസീവ്സിൻ്റെ ഒക്കെ മണത്തിന് പരിശീലനം കൊടുക്കേണ്ടതുണ്ടല്ലോ. ഈ സമയത്ത് ഇതിന് വേണ്ട ഈ നാർക്കോട്ടിക്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റോക്ക് ഉണ്ടോ? ഒറിജിനൽ സാധനം വേണമല്ലോ പരിശീലനം കൊടുക്കണമെങ്കിൽ. സാർ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണത്. കാരണം നമുക്ക് ട്രെയിനിങ് മെറ്റീരിയൽസ് കിട്ടാതിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഞാനവിടെ ഈ 15 ബാച്ചിൽ വിവിധ വിഭാഗം ഡോഗുകൾക്ക് വിവിധ ട്രേഡുകളിലായിട്ട് പരിശീലിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ നാർക്കോട്ടിക് ഡോഗുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനാവശ്യമായ മണം കൊടുക്കാനുള്ള സ്റ്റഫ് നമുക്ക് കിട്ടാറില്ല. പലപ്പോഴും നമ്മൾ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളോട് ഒരു 10 ഗ്രാം കഞ്ചാവ് തരുമോ, നമുക്ക് ഡോഗിനെ പരിശോധിപ്പിക്കാനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മളോട് ദയ തോന്നിയിട്ട് എന്നാൽ ശരി ഇന്നൊരു 5 ഗ്രാം കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് 5 ഗ്രാം കഞ്ചാവ് കിട്ടിയാൽ നമുക്ക് ഒരാഴ്ച ഓടിക്കാം. ഒരാഴ്ച നമുക്ക് ഡോഗിനെ മണം കൊടുത്ത് അതിനെ പഠിപ്പിച്ചെടുക്കാം. സത്യത്തിൽ അവിടെ ഒരു കഞ്ചാവ് കൃഷി തുടങ്ങിയാലോ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട് ഡോഗിനെ പഠിപ്പിക്കാൻ. പക്ഷേ ഇത് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല.
നമ്മുടെ ആളുകൾ ഇത് വേണ്ടി പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്താലും ഇത് എത്തിച്ചു തരാൻ തയ്യാറാവില്ല. സത്യത്തിൽ ഇതൊരു ഒറ്റ കത്തിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഈ പിടിച്ചെടുക്കുന്ന നാർക്കോട്ടിക് ഐറ്റംസൊക്കെ കൊണ്ട് ഏതെങ്കിലും ഈ ഓട് ഫാക്ടറിയിൽ ഒക്കെ കൊണ്ട് കത്തിക്കുക, ഒറ്റ ലെറ്ററിൻ്റെ ആവശ്യമുള്ളൂ. പോലീസ് അക്കാഡമി ഡയറക്ടർ ഒരു തീരുമാനം എടുക്കുന്നു, അക്കാഡമിയിൽ നിന്ന് നേരെ കത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പോയാൽ സംസ്ഥാന പോലീസ് മേധാവി ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഈ തൊടുപുഴ പോലുള്ള നാർക്കോട്ടിക് കോടതികളുണ്ട്, അവർക്കും കത്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ അവരുടെ ശ്രദ്ധയിൽ ഇത് വരുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഈ എക്സ്പ്ലോസീവ്സും നിങ്ങൾക്ക് വേണ്ടേ? അതും എവിടെ നിന്ന് കിട്ടും? ഇത് എക്സ്പ്ലോസീവ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ADGP ഇൻ്റലിജൻസ് ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ തന്നെയാണ് ഒരിക്കൽ പോയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കാലത്ത് പുതിയ പുതിയ പല സങ്കേതങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഈ മാറുന്ന ടെക്നോളജിയൊക്കെ ഈ നായ്ക്കൾക്കും പരിചയമാവണ്ടേ? വേണം. അതിന് സാറേ നമ്മൾ ബേസിക് കണ്ടൻറ്റുകളെ പഠിപ്പിക്കാം. അപ്പോൾ ഒട്ടുമിക്ക എക്സ്പ്ലോസീവിലും RDX ഒരു ഘടകമായിരിക്കും, അല്ലെങ്കിൽ PETN, പെൻഡാഇരിത്രൈറ്റോൾ ടെട്രാനൈട്രേറ്റ് എന്ന് പറഞ്ഞ സംഗതി, അല്ലെങ്കിൽ കോഡെക്സ് വയർ. അപ്പോൾ ഈ ബേസിക് കണ്ടൻറ്റുകളുടെ സ്മെല്ലാണ് പട്ടിക്ക് മണം കൊടുക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും ഈ ബേസിക് കണ്ടൻറ്റ് പഠിച്ച് മനസ്സിലാക്കിയ ഡോഗ് അത് കണ്ടെത്താൻ സാധിക്കും, എന്തൊക്കെ മാറ്റം വന്നാലും. നാർക്കോട്ടിക്സ് മണക്കാൻ പട്ടി പോകുമ്പോൾ ഇത് പട്ടിക്കും ബാധമാവില്ലേ? പട്ടിക്കും കിക്ക് കിട്ടില്ല ഇതിൻ്റെ? ഒരു മനുഷ്യൻ കഞ്ചാവ് അടിച്ചാൽ, നാർക്കോട്ടിക് അടിച്ചാൽ എങ്ങനെ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നു, മിസ്ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ഡോഗ് മിസ്ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ 2021 നമ്മൾ 2 ബെൽജിയം മാൽനോയ്സ് ഡോഗിനെ എടുത്തത്, ഒരു ലാറയും ഒരു മാഗിയും. രണ്ടും ബെൽജിയം മാൽനോയ്സാണ്. 45 ദിവസം പ്രായമുള്ളപ്പോഴാണ് നമുക്കതിനെ കിട്ടുന്നത്. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മളതിനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്നു. അതിൽ മാഗിയെ നമ്മൾ എക്സ്പ്ലോസീവ് ഡിറ്റക്ഷനും ലാറയെ നമ്മൾ നാർക്കോട്ടിക് ഡിറ്റക്ഷനായി പഠിപ്പിച്ചു. അപ്പോൾ അന്ന് കഞ്ചാവാണ് നമുക്ക് മണം കിട്ടുന്നുള്ളത്. അപ്പോൾ ലാറ പോയിട്ട് ഈ കഞ്ചാവ് മണത്ത് മൂക്ക് മുട്ടും. അപ്പോൾ മൂക്കിൻ്റെ വെറ്റായിട്ടുള്ള സാധനം ഈ കഞ്ചാവിൽ മുട്ടും. അത് മെല്ലെ മെല്ലെ അസിമുലേറ്റ് ചെയ്യണം. മാഗി വളരെ ശാന്തമായിട്ട് ജോലി ചെയ്യുമ്പോൾ ലാറ വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ലാറയ്ക്ക് മാത്രമല്ല, 7ാമത്തെ ബാച്ചിൽ നമ്മൾ ഫുൾ ഡോഗുകൾ 15 ഡോഗാണ് ഉണ്ടായിരുന്നത് 7ാമത്തെ ബാച്ചിൽ. ആ 15 ഡോഗുകളും നാർക്കോട്ടിക് ഡിറ്റക്ഷനായിട്ടാണ് പരിശീലിപ്പിച്ചത്. ആ 15 ഡോഗുകളിൽ ബഹുഭൂരിപക്ഷം ഡോഗുകൾക്കും ഈ പ്രശ്നമുണ്ട്. ഈ ഡോഗ് മരിച്ച ദിവസം അതിൻ്റെ ഹാൻഡലർ സന്തോഷ് ഒരു 10 മിനിറ്റെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. കോഴിക്കോട് ജില്ലയിലെ ഡെയ്സി എന്ന് പറഞ്ഞ ഡോഗായിരുന്നു. ആമാശയത്തു നിന്നുള്ള ആ ഇതൊക്കെ ദ്രവിച്ച് പുറത്തേക്ക് പോകുന്നത് പോലെ ഒരു കരിഞ്ഞ മണം വരുമായിരുന്നു. ബോള് നിലത്ത് വന്ന് വീണ് മുകളിലേക്ക് പോയി. ഈ ക്ലൂ പിന്നാലെ ചാടി എയറിൽ വെച്ചിട്ട് തന്നെ ബോൾ പിടിച്ചു. ആ പട്ടി വന്ന് താഴത്തേക്ക് ഇരുന്ന വഴിക്ക് അത് തൊണ്ടയിലേക്ക് ഇറങ്ങി. ബാക്കിൽ കാല് പിടിച്ച് പൊന്തിച്ച സമയത്ത് ഈ ക്ലൂ എന്ന് പറഞ്ഞ ഡോഗ് തല തിരിച്ചിട്ട് പിടിക്കുന്ന ആളെ കടിക്കുക. ഒരു പോലീസുകാരൻ്റെ കയ്യിൻ്റെ വിരൽ ഒടിഞ്ഞു പോയി. ഫീമെയിൽ ഡോഗ് ഹീറ്റായാൽ മെയിൽ ഡോഗ് പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ലിയോ എന്ന് പറഞ്ഞൊരു ലാബ്രഡോർ, ലീന എന്ന് പറഞ്ഞ ബീകള് ഹീറ്റായി. ലിയോ കയർ പൊട്ടിച്ച് എപ്പോഴും ഓടി ഹാൻഡലർമാരുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയൊക്കെ എങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്? ഹണി ബ്ലാക്ക് ഡോഗാണ്. ഹണിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ബൈക്ക് കണ്ടാൽ ചാടി കയറിയിരിക്കും. എന്നെ കൂടി കൊണ്ടുപോക്കോ എന്ന രീതിയിൽ പറയും. വൈകാരികമായി നമ്മളെ കണ്ണ് നനയിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഇതിനകത്ത്. ഹണി ആദ്യത്തെ വട്ടം കൺസീവ് ചെയ്തിട്ട് ആ ഡോക്ടർക്ക് തെറ്റുപറ്റിപ്പോയി. കുട്ടികളൊക്കെ വയറിൽ കിടന്ന് ചത്തുപോയി. ആ വയ്യാതെ കിടക്കുന്ന ഡോഗും എന്നെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ നോക്കുന്നു, വാലാട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നെ കാണുമ്പോൾ തല ഉയർത്തി നോക്കുന്നു. അത്രയും വയ്യാത്ത സ്ഥലത്ത് പോലും എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറയുക തന്നെയാണ്. 70 വയസ്സായ ഒരു സ്ത്രീ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഒരു 10-28 വയസ്സുകാരൻ പയ്യൻ ഈ സ്ത്രീയെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. സ്ത്രീ ചെറുത്തപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി കൊണ്ട് മാരകമായി പരിക്കേൽപ്പിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആ സ്ത്രീ മരിച്ചുപോയി. ജെറി എന്ന് പറഞ്ഞിട്ട് ഡോഗ് ഉണ്ടായിരുന്നു. ഈ ഡോഗ് ഏതാണ്ട് ഒരു 1.25 കിലോമീറ്റർ ട്രാക്ക് ചെയ്ത് പോയിട്ട് ഈ പ്രതിയുടെ വീട്ടിലേക്ക് നേരെ കയറി.